ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ചതുപോലെ അനീഷ് അനുമോളോട് പ്രേമാഭ്യർത്ഥന അല്ലെങ്കിൽ വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. എന്നാൽ അത് സ്നേഹപൂർവ്വം നിരസിച്ചിരിക്കുകയാണ് അനുമോൾ. കാരണം ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഇത്തരത്തിൽ പ്രണയത്തിൻ്റെയും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയും ഒരു കോംബോ പിടിച്ച് മുന്നോട്ട് പോകാൻ നിലവിൽ അല്ലെങ്കിൽ തൽക്കാലം ഇപ്പോൾ അതിനുള്ളൊരു മാനസികാവസ്ഥയല്ല താൻ എന്നൊക്കെയാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അവസാന ഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 10 ദിവസം മാത്രം 9 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അത്തരത്തിലൊരു കാര്യം സംസാരിക്കുന്നതിന് പകരം പുറത്തിറങ്ങിയതിന് ശേഷം എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ആലോചിച്ച് ചർച്ച ചെയ്തൊക്കെ തീരുമാനിക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇരുവരും എത്തിയിരിക്കുന്നത്. അനുമോളോട് അനീഷിന് ഒരു ക്രഷ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് അനുമോൾ എന്ത് കാണിച്ചാലും എന്ത് ചെയ്താലും അനീഷിന് അതൊന്നും ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. അനീഷ് മാക്സിമം അനുമോളെ കെയർ ചെയ്ത് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അനീഷിന് അനുമോളോടൊരു ഇഷ്ടം തോന്നി. അനീഷ് അത് പറഞ്ഞു. എന്നാൽ അതിന് അനുമോൾ കൊടുത്ത മറുപടി വളരെ യുക്തിപൂർവ്വമായതും മെച്യൂരിറ്റി ഉള്ളതുമായ പക്വതയുള്ള ഒരു മറുപടിയായി തോന്നി. കാര്യം ഇവിടെ വെച്ച് ബിഗ് ബോസ് വെച്ച് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടതെന്നും പുറത്തിറങ്ങിയ ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ളതെന്നും പറയുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളെല്ലാം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇതെന്താവും ഫലം, ആരാവും ജയിക്കുക, അതിനുശേഷം ആഫ്റ്റർ ലൈഫ് എങ്ങനെയാണ്, അതിനൊക്കെ ശേഷമാണ് ഇത്തരം ഒരു കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് അനുമോളുടെ നിരീക്ഷണം. ഇതൊരു ടാസ്കിൻ്റെ ഭാഗമാണോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ അവരുടെ ഒരു പ്ലാൻ. ബാക്കി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.